Hi friends, again welcome back to VPG Info channel. VN വീഡിയോ എഡിറ്റിംഗ് ആപ്പിൽ എങ്ങനെയാണ് ടെക്സ്റ്റ് ആഡ് ചെയ്യുക എന്നും അതിൽ തന്നെ ടെക്സ്റ്റ് മാസ്ക് എഫക്റ്റ് എങ്ങനെയാണ് വരുത്തുക എന്നതിനെക്കുറിച്ചും കീ ഫ്രെയിം അനിമേഷൻ, ട്രാൻസിഷൻ തുടങ്ങിയവയെ പറ്റിയുമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാമെന്ന് അപേക്ഷിക്കുന്നതോടൊപ്പം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഇവിടെ VN വീഡിയോ എഡിറ്റിംഗ് ആപ്പ് കുറച്ച് വീഡിയോ ഇൻപോർട്ട് ചെയ്തിരിക്കുകയാണ്. അതിൽ നമ്മൾ ആദ്യം നോക്കുന്നത് ടെക്സ്റ്റ് എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നാണ്. അതിന് ടെക്സ്റ്റ് ടി എന്നൊരു എംബ്ലം ഇവിടെ ഉണ്ട്. അതിന് താഴെ ഒരു പ്ലസ് ഐക്കൺ ഉണ്ട്. അതായത് ടാപ്പ് ടു ഏഡ് സബ്ടൈറ്റിൽ ടി എന്ന ജംഗ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ടെക്സ്റ്റ് ആൻഡ് സബ്ടൈറ്റിൽ ടെംപ്ലേറ്റ് എന്ന രണ്ട് ബോക്സാണ് തുറന്നു വരുന്നത്. ഈ ടെക്സ്റ്റിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാൻ ഏത് തരം ടെക്സ്റ്റാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്. സ്റ്റാൻഡേർഡ് വേണോ, നെയിം വേണോ, വീഡിയോ ടൈറ്റിൽ, ലൈഫ്, മാസ്ക്, ഫ്രെയിം, അതും അല്ലെങ്കിൽ ബബിൾ, ഏത് രീതിയിലുള്ള ടെക്സ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ സ്റ്റാൻഡേർഡാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് എന്താണോ ഇതിൻ്റെ അകത്ത് അടിച്ചു ചേർക്കേണ്ടത്, ഈ ഇൻപുട്ട് എന്നുള്ള ഭാഗത്ത് നമ്മൾ ചൂണ്ടുവിരലോട് ടച്ച് ചെയ്താൽ ഇതുമാതിരി ടൈപ്പിംഗ് പാഡ് ഉയർന്നു വരും. അപ്പോൾ നമ്മൾ ആവശ്യമുള്ളത് എന്ത് ടെക്സ്റ്റാണോ ചേർക്കുക. ഇവിടെ എൻ്റെ പേരാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആ ടെക്സ്റ്റിന് ഏത് രീതിയിലുള്ള ഫോണ്ട് ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ രണ്ട് വലിയ എയും ചെറിയ എയും കൊടുത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടേക്ക് ക്ലിക്ക് കഴിഞ്ഞാൽ ഇവിടെ ഡിഫോൾട്ട് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ രണ്ട് ഓപ്ഷൻ ഉണ്ട്. അതിന് താഴെ ഇപ്പോൾ ഡിഫോൾട്ട് ഇംഗ്ലീഷിൻ്റെ ആണ് പറഞ്ഞിരിക്കുന്നത്. ഇൻ്റർപോൾ, മാർവൽ, ഏത് ടെക്സ്റ്റിൻ്റെ മോഡലുകളാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇൻ്റർപോൾ ആകുമ്പോൾ ഇതേ മാതിരിക്കും, മാർവലിലാകുമ്പോൾ ഈ രീതിയിൽ. അങ്ങനെ കുറച്ച് മാതൃകകളാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഡിഫോൾട്ടിലെ മാർവലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് എന്താണ് കളർ കൊടുക്കേണ്ടത്, ടെക്സ്റ്റിന് കളറിൻ്റെ ഓപ്ഷൻ എടുക്കാം. ഈ കളറിൻ്റെ ഓപ്ഷൻ കുറേ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇപ്പോൾ റെഡിൻ്റെ കളറാണ് ഇവിടെ. അപ്പോൾ ഇതിപ്പോൾ യെല്ലോ ഉണ്ട്. അതുപോലെ തന്നെ ഏത് കളർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ടി എന്നതിൽ പ്രസ് ചെയ്താൽ കിട്ടും. അപ്പോൾ ഈ കളറിന് സ്റ്റോക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റോക്കിൻ്റെ ഓപ്ഷൻ എടുത്താൽ മതി. സ്റ്റോക്കിൻ്റെ എടുത്താൽ ആ ഒപ്പാസിറ്റി കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡാർക്ക്നെസ്സും കുറഞ്ഞു വരും എഴുതിൻ്റെ. അതിൻ്റെ സൈസ് വർദ്ധിക്കണമെങ്കിൽ സൈസ് കൂട്ടി കൊടുക്കാനും കഴിയും. അതുപോലെ തന്നെ ഷേഡോ, ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുക്കാം. ഇതുകൂടി നമ്മൾ എങ്ങനെയാണോ ടെക്സ്റ്റ് കൊടുക്കുന്നതെന്ന് കാര്യം മനസ്സിലാക്കി. ഇതിൻ്റെ ഡ്യൂറേഷൻ എത്ര വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ടെക്സ്റ്റിൻ്റെ ടൈം ലൈനിൽ എൻ്റെ ഈ റിബൺ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുത്താൽ മതി ഇതുമാതിരി. അപ്പോൾ നമുക്ക് എത്രത്തോളം ആ എഴുത്ത് ഇതിൽ വീഡിയോയിൽ നിൽക്കണമെന്ന് വെച്ചാൽ അത്രത്തോളം നിൽക്കും. ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് കാണാം. ഓക്കെ, ഇനി നമുക്ക് ടെക്സ്റ്റ് മാസ് എഫക്റ്റ് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഇവിടെ ടി എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു, ടെക്സ്റ്റ് സെലക്ട് ചെയ്യുന്നു, ഇവിടെ മാസ്ക് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇതൊന്ന് കുറച്ച് വലുതാക്കി വയ്ക്കുന്നു. അതിനുശേഷം ചൂണ്ടുവിരലുണ്ട്, ഇൻപുട്ട് ടൈറ്റിൽ ക്ലിക്ക് ചെയ്തു. ടൈപ്പിംഗ് പാഡ് ഉയർന്നു വരികയാണ്. നിങ്ങൾക്ക് എന്താണ് ഇവിടെ ഞാൻ എൻ്റെ പേര് തന്നെയാണ് അടിക്കുന്നത്. ഇനി അതിൻ്റെ ഫോണ്ടിൻ്റെ സ്റ്റൈല് മാർബിൾ തന്നെ സെലക്ട് ചെയ്തു, കുറച്ചൊന്ന് വലുതാക്കി വെച്ചാൽ ഇതോടുകൂടി നമ്മൾ അതിൻ്റെ സൈസ് എത്ര വേണം, സൈസ് വർദ്ധിപ്പിക്കാൻ താഴെ ഒരു ഓപ്ഷൻ ഉണ്ട്. സൈസ് നിങ്ങൾക്ക് അനുസരിച്ച് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഏത് സൈസിൽ വേണം അതിനനുസരിച്ച്. അതിനുശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. ഇതോടുകൂടി നമ്മൾ ആ ടെക്സ്റ്റ് മാസ്ക് എഫക്റ്റ് എങ്ങനെയാണെന്ന് ഉള്ള കാര്യം മനസ്സിലാക്കി. അതിൻ്റെ ടൈമിംഗ് നിങ്ങൾക്ക് വർദ്ധിപ്പിക്കണമെങ്കിൽ ഇത് ഒന്ന്
കുറച്ചൊന്ന് വർദ്ധിപ്പിച്ച് സ്ട്രെച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ട്രാൻസിഷൻസ്. ഒരു വീഡിയോ നിന്ന് മറ്റൊരു വീഡിയോയിലേക്ക് മാറ്റം എങ്ങനെ ഉണ്ടാക്കാം. ഇവിടെ താഴെ ടൈം ലൈനിൽ നിങ്ങൾ കുറേ പ്ലസ് സൈക്കിൾ കാണും. ഈ പ്ലസ് സൈക്കിൾ ഒരു വീഡിയോ നിന്ന് മറ്റൊരു വീഡിയോയിലേക്കുള്ള മറ്റൊരു വീഡിയോ ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഈ പ്ലസ് സൈക്കിൾ നമ്മൾ ക്ലിക്ക് ചെയ്തു. ഈ ക്ലിക്ക് ചെയ്താൽ നേരെ പോകുന്നത് ട്രാൻസിഷൻ ഓപ്ഷനിലേക്കാണ്. ബ്ലാക്ക്, വൈറ്റ്, വെർട്ടിക്ക, ഹൊറിസൺ, സൂം, റൊട്ടേറ്റ്, റിവേഴ്സ്, ഡിസോൾവ്, ബ്ലർ, പെക്സലൈറ്റ്, സ്ലൈഡ്, അതുപോലെ തന്നെ വൈപ്പ്, അങ്ങനെ കുറേ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇവിടെ ഇപ്പം കാണിച്ചു തരാൻ വേണ്ടി ഞാൻ റൊട്ടേറ്റ് എടുക്കുകയാണ്. സെലക്ട് ചെയ്തിരിക്കുന്നു. ഒന്നുകൂടി നമുക്കൊന്ന് വാച്ച് ചെയ്യാം. ഓക്കെ, അങ്ങനെ അടുത്ത കമ്പാർട്ട്മെൻറ്റിൽ ഇതുമാതിരി നമ്മൾ ഈ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് വേറൊരു ട്രാൻസിഷൻ എഫക്റ്റ് കൊടുക്കാൻ വിചാരിക്കുന്നു. ഇവിടെ ഞാൻ കൊടുക്കാൻ ചെയ്യുന്നത് ബ്ലറാണ്. ഡ്യൂറേഷൻ മാക്സിമം കൊടുക്കുകയാണ്. അങ്ങനെ വീണ്ടും വേറൊരു വീഡിയോയിലേക്ക് കടന്നിരിക്കുകയാണ്. ഇവിടെയും നമുക്ക് ഈ പ്ലസ് ഐക്കണിൽ വേറൊരു ട്രാൻസിഷൻ കൊടുക്കാം. അത് ഞാൻ വിചാരിക്കുന്നത് വൈപ്പാണ്. വൈപ്പ്. ഓക്കെ, ഇവിടെ ടൈം ഡ്യൂറേഷൻ കുറച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇനി കാണിച്ചു തരാൻ പോകുന്നത് കീ ഫ്രെയിം അനിമേഷൻ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക, ടെക്സ്റ്റ് ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക, അതിൽ സ്റ്റാൻഡേർഡ് തന്നെ എടുക്കുക. എന്നതിന് ശേഷം ഇതൊന്ന് വലുതാക്കുക. വലുതാക്കിയതിന് ശേഷം നമ്മൾ ടെക്സ്റ്റ് അടിക്കുക. എൻ്റെ പേര് തന്നെ കൊടുത്തിരിക്കുന്നു. ഇനി അത് ഏത് ഫോണ്ട് ഏത് രൂപത്തിലാണ്, മാർവൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ആ ടെക്സ്റ്റ് ലൈന് എവിടത്തോളം വേണം, ആൻഡ് ഡ്യൂറേഷൻ, ടൈം ഡ്യൂറേഷൻ കൊടുക്കുക. അതിനുശേഷം നമുക്ക് ടെക്സ്റ്റ് എവിടെ നിന്നാണ് വരേണ്ടത്. കീ ഫ്രെയിം ആനിമേഷൻ എന്ന് വെച്ചാൽ ഒരു ടെക്സ്റ്റ് മൂവ് ചെയ്യുന്നതാണ്. ഏത് ദിശയിൽ നിന്നാണ് മൂവ് ചെയ്ത് വരണ്ടേ. ഇപ്പം ഞാൻ ഇടത് ഭാഗത്തു നിന്നാണ് മൂവ് ചെയ്യുന്നത്. അതിനിങ്ങനെ ചെറുതായിട്ട് വന്നുകൊണ്ട് വലുതാവുന്ന ഒരു ടെക്സ്റ്റാണ് വേണ്ടത്. അതിനെന്ത് ചെയ്യാന്നത്, നന്നായി ചെറുതാക്കി ഇടത് ടോപ്പിൽ കൊണ്ടുവയ്ക്കുക. എന്നതിന് ശേഷം നമ്മളിതൊന്ന് റൺ ചെയ്യിക്കുക. റൺ ചെയ്യിക്കുന്നതിന് മുൻപ് കീ ഫ്രെയിം ക്ലിക്ക് ചെയ്യുക. എന്നതിന് ശേഷം നമ്മൾ റൺ ചെയ്യിക്കുക. ഇവിടെ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നു. അതിന് ശേഷം ഈ ടെക്സ്റ്റ് പരിപൂർണമായിട്ട് വലുതാക്കി കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. വലുതാക്കി കൊണ്ടു ഇപ്പോൾ നമുക്ക് വീണ്ടും വലുതായി വെച്ചിരിക്കുകയാണ്. ഇപ്പം കീ ഫ്രെയിം ഒന്നുകൂടി പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായി കീ ഫ്രെയിം അവിടെ ഫിക്സ് ആവും. ഇനി നമുക്ക് ഒന്ന് കണ്ടു നോക്കാം. ആൽഫബറ്റ് ഇത് വലുതായി വലുതായി താഴോട്ട് ഇറങ്ങി വരുന്നതാണ് കാണുന്നത്. ഈ രീതിയിലാണ് കീ ഫ്രെയിം അനിമേഷൻ ക്രിയേറ്റ് ചെയ്യുക. ഇതുപോലെ തന്നെ നമുക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ഇനി നമുക്ക് നോക്കേണ്ടത് കീ ഫ്രെയിം അനിമേഷനിൽ ഒരു വീഡിയോ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നതാണ്. ഇതിൽ വീഡിയോ ലൈനിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒരു കവറിൻ്റെ ചിഹ്നം, അതായത് അതിലൊരു പ്ലസ് ജംഗ്ഷനുണ്ട്, പ്ലസ് ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ രണ്ട് ബോക്സാണ് തുറന്നു വരുന്നത്. ഒന്ന് വീഡിയോ ഫോട്ടോ, മറ്റൊന്ന് സ്റ്റിക്കർ. വീഡിയോ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്തിരിക്കുകയാണ്. ഈ വീഡിയോ നമുക്ക് ഒന്ന് ചെറുതാക്കി വെക്കണം. ചെറുതാക്കി ആ ലേഡിയുടെ കാലിൻ്റെ അടുത്തേക്ക് ചെറുതാക്കി വയ്ക്കുകയാണ്.
അതിനുശേഷം നമ്മൾ ഇവിടെ മുകളിൽ ആ നീല ദീർഘചതുരാകൃതിയുള്ള ആ ബോക്സിൽ നിങ്ങൾക്ക് കാണാം റീപ്ലേസ്, മോഷൻ, കീ ഫ്രെയിം, ഡ്യൂപ്ലിക്കേറ്റ്, ഡിലീറ്റ്. അവിടെ കീ ഫ്രെയിമിൽ നമ്മൾ ടച്ച് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഈ ടൈം ലൈൻ കുറച്ച് മുന്നോട്ടാക്കി വയ്ക്കുകയും അതോടുകൂടി തന്നെ നമ്മൾ ഈ വീഡിയോ കുറച്ച് വലുതാക്കി വയ്ക്കുക. അതിനുശേഷം ഇവിടെ നമ്മൾ കീ ഫ്രെയിമിൻ്റെ സ്വിച്ച് നമ്മൾ ഓൺ ചെയ്തിരിക്കുക. ഇനി നമുക്കൊന്ന് നോക്കിക്കളയാം ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്. ഇത് ആ വീഡിയോ നമ്മളെ സ്ക്രീനിലേക്ക് മൊത്തത്തിലേക്ക് വളർന്നു വരികയാണ്. ഇങ്ങനെയാണ് കീ ഫ്രെയിം അനിമേഷനിലൂടെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വീഡിയോ പ്രധാന വീഡിയോയുടെ സബ് വീഡിയോ ആയിട്ട് നമ്മൾ ഇൻസെർട്ട് ചെയ്യുന്നത്. നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്തിരിക്കുന്ന വീഡിയോ നമുക്ക് ആദ്യം മുതലേ ഒന്ന് കാണാം. ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ റിവേഴ്സ് വീഡിയോ എഫക്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുക, അതുപോലെ തന്നെ ഫ്രീസ് ചെയ്യുക എങ്ങനെയാണ്, അബ്സ്ട്രാക്റ്റ് സൗണ്ട്, ഒരു വീഡിയോയിൽ സൗണ്ട് എങ്ങനെ അബ്സ്ട്രാക്റ്റ് ചെയ്യുക എന്നതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.